ഹലോ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നടക്കാതെ പോയ ഞങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനി ഇപ്പോഴൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് ഒരു നിമിഷം കൊണ്ട് മുറിച്ച് കളഞ്ഞത്. കാര്യം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ തലയിൽ കാണുന്ന ഇത്രയും മുടി ഞങ്ങൾ സ്റ്റൈലിനെ വളർത്തിയതല്ലാട്ടോ. ഇതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഹെയർ ഡൊണേഷൻ ഇതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ അച്ഛന് ക്യാൻസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ കുറിച്ചും ക്യാൻസർ പേഷ്യൻസിനെ കുറിച്ചും അമ്മ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ പാർശ്വഫലങ്ങളും എല്ലാം തന്നെ പറഞ്ഞിരുന്നു. അന്നു മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ഹെയർ വളർത്തി തുടങ്ങി. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഹെയർ ഡൊണേറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ മുടി കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടാവണം. പക്ഷേ ഒന്നും നടന്നില്ല. സ്കൂൾ റൂൾസ് മുടി വളർത്തുന്നതിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുടിയും വെട്ടി. ആദ്യം കുഞ്ഞുവിൻ്റെ മുടിയായിരുന്നു, പിന്നെ എൻ്റെ മുടിയും. ആദ്യം ഞങ്ങൾക്ക് മുടി വളർത്താനായിരുന്നു മടി. മുടി വളർത്തി കൊടുക്കണമെന്നുണ്ടെങ്കിലും മുടി നല്ലോണം വളരും, പെൺകുട്ടികളെ പോലെയാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര നാണമായിരുന്നു. എന്തായാലും നാണക്കേടെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ മുടി വളർത്തി. അവസാനം അത് ഇങ്ങനെയുമായി. കുഞ്ഞുവിൻ്റെ മുടി വെട്ടുമ്പോൾ തന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എൻ്റെ മുടിയും വെട്ടണോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തായാലും സ്കൂൾ റൂൾസ് ഒന്നും തെറ്റിക്കാൻ നിൽക്കണ്ട, നമുക്ക് വലുതായിട്ട് നോക്കാമെന്ന്. കുഞ്ഞു ഇടയ്ക്ക് ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. വീഡിയോയുമായി മുന്നിൽ ചെന്ന് നോക്കുമ്പോഴോ ചിരിച്ചു കാണിക്കുന്നു. മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് പിന്നെ കണ്ണാടിൻ്റെ മുന്നിൽ കുറേ നേരം ഇങ്ങനെ നിൽപ്പായിരുന്നു. ഇപ്പോൾ കുഞ്ഞുവിൻ്റെ മുടി തറയിൽ കൂടെ പറന്ന് കളിക്കാൻ തുടങ്ങി. ഇനി അടുത്തത് എൻ്റെ ഊഴമായിരുന്നു. ഇനി ഞാൻ പോയി എൻ്റെ ചായ മാറ്റിയിട്ട് വരാം. എന്നെ ശരിക്കും നോക്കിക്കോട്ടോ. ഇനി എന്നെ ഈ കോലത്തിൽ കാണുന്നെങ്കിൽ ഒരുപാട് വർഷം കഴിയേണ്ടി വരും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞാനും മുടി വെട്ടാനായിരുന്നു. കുഴപ്പമൊന്നുമില്ല, കട്ടില്ലാത്തോ നീളം കൂടുതലുണ്ടേ. ഇത് ആദ്യം വെട്ടി ലെവലാക്കിട്ട് വേണം മെഷീൻ വെട്ടി. രണ്ടാമത് ഒരു സെയിം മുട്ടയടിച്ച് കൊടുക്കാം. എത്ര നീളമുണ്ട്? മുടി വെട്ടുന്ന മാമൻ എൻ്റെ മുടി പതുക്കെ ചീകി വെച്ചു. പിന്നെ പതുക്കെ മുറിച്ചു തുടങ്ങി. മുട്ടയടിച്ചാൽ മുടി കൊടുക്കാമെന്ന് മാമൻ പറഞ്ഞെങ്കിലും അളന്നു നോക്കിയപ്പോൾ 12 സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ടായിരുന്നില്ല. മുടി ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 12 സെൻറ്റിമീറ്റർ എങ്കിലും വേണം. അത്രയ്ക്ക് മുടി വളർന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 2 മാസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മുടി കൊടുക്കാമായിരുന്നു. ഇപ്പോൾ ഏകദേശം എൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾക്കും തിരശ്ശീല വീണിരിക്കുന്നു. ഇനി ഏതെങ്കിലും കാലത്ത് ഞാൻ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ബാർബർ ഷോപ്പിൽ നിന്ന് പടിയിറങ്ങി. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ നഷ്ട സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.